അവളെ കാണണം, എനിക്ക് അവളെ കാണാൻ തോന്നുന്നുണ്ട്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് നോക്കാം. അപ്പം എനിക്ക് അവളെ കാണണം എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. അപ്പം ഒന്ന് നമുക്ക് ഐ വോണ്ട് ടു സീ ഹെർ എന്ന് പറയാം. ഓക്കെ, ഐ വോണ്ട് ടു സീ ഹെർ. അപ്പോൾ ഐ വോണ്ട് ടു സീ ഹെർ നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ നമുക്ക് ഐ വോണ്ട് ടു സീ ഹെർ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ലാണ്ട് നമുക്ക് ഐ വിഷ് ടു സീ ഹെർ എന്ന് പറയാം. ഐ വിഷ് ടു സീ ഹെർ എന്ന് പറയുമ്പോൾ ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആഗ്രഹമല്ല. നമുക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ കാണാനുള്ള ചാൻസസ് കുറവാണ്. ആ ഒരു ആഗ്രഹം നടക്കാനുള്ള ചാൻസസ് കുറവാണ് പല റീസൺസ് കാരണവും. അപ്പം ഐ വോണ്ട് ടു സീ ഹെർ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, എനിക്ക് കാണണമെങ്കിൽ കാണാം. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഐ വോണ്ട് ടു സീ ഹെർ എന്ന് പറയുക. അപ്പം ഇത് രണ്ടും ആഗ്രഹം തന്നെയാണ് സൂചിപ്പിക്കുന്നത്, പക്ഷേ വോണ്ട് ടു ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആഗ്രഹവും വിഷ് ടു ഇംപ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഇനി എനിക്ക് അവളെ കാണാൻ തോന്നുന്നുണ്ട്. ഇത് നമുക്ക് ഈ തോന്നുന്നുണ്ട് എന്നുള്ളതിന് നമുക്ക് ഫീൽ ലൈക്ക് എന്നുള്ളൊരു ഫ്രേസ് യൂസ് ചെയ്യാം. ഓക്കെ, അത് നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം, ഒരു തോന്നൽ, അതിനൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഐ ഫീൽ ലൈക്ക് സീയിങ് ഹെർ. അപ്പോൾ ഈ ഫീൽ ലൈക്ക് കഴിഞ്ഞിട്ട് എന്ത് വേർബ് വന്നാലും അതിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എനിക്ക് അവളെ കാണാൻ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഫീൽ ലൈക്ക് സീയിങ് ഹെർ എന്നാണ്. അപ്പോൾ എനിക്ക് അവളെ കാണണം എന്നുള്ളത് നമുക്ക് ഐ വോണ്ട് ടു സീ ഹെർ അല്ലെങ്കിൽ ഐ വിഷ് ടു സീ ഹെർ, നമുക്ക് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പറയാം. എനിക്ക് അവളെ കാണാൻ തോന്നുന്നുണ്ട് എന്നുള്ളത് ഐ ഫീൽ ലൈക്ക് സീയിങ് ഹെർ എന്ന് പറയാം. താങ്ക് യു. English Mitra. Stop worrying, start learning.